നമസ്കാരം. 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരാൾ ആ ബലാത്സംഗം ചെയ്തയാളിനെ 2025 ഒക്ടോബറിൽ അല്ല നവംബറിൽ ആ ഒരു ടൈമിൽ തനിക്ക് കാണണം, അയാളുമായിട്ട് സംസാരിക്കണം. അതും പബ്ലിക് സ്പേസിൽ വേണ്ട, ഒരു പ്രൈവസി വേണം. അയാളും ഞാനും മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2025 നവംബറിൽ മെസ്സേജ് അയക്കുന്നത് എന്തിനു വേണ്ടി? അങ്ങനെ ഒരാൾ അയക്കുമോ? എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ അയച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വിട്ടേക്കുകയാണ് നമ്മുടെ ഫെന്നി നിനാൻ. നിങ്ങൾക്കറിയായിരിക്കും പുള്ളിയെ. ഞാനതിവിടെ കാണിക്കാം. ഇന്നലെ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ആ പുള്ളിക്ക് ആ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി. ഇതിൻ്റെ തെളിവുകൾ ചോദിച്ച് ഒരുപാട് പേര് വന്ന് പുള്ളി കള്ളം പറയുവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അപ്പം അങ്ങനെയൊക്കെ വന്നുകൊണ്ടായിരിക്കാം പുള്ളി ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടു. രാഹുൽ MLA വിഷയത്തിൽ എൻ്റെ പേര് പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതുവെടുത്ത് പറഞ്ഞു. അത് ഇന്നലെ ഇട്ട പോസ്റ്റാണ് കേട്ടോ. ഒരു കാര്യത്തിൻ്റെ രണ്ട് വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലെങ്കിലും മാധ്യമങ്ങൾ അങ്ങനെ തന്നെ. അവർക്ക് വേണ്ടത് എന്താണ്? റേറ്റിംഗ് കിട്ടുന്ന സംഭവങ്ങൾ എന്താണോ അതായിരിക്കും അവർ കാണിക്കുന്നത്. ശബരിമല വിഷയമൊക്കെ വലിയ എന്തോ സംഭവമായിട്ട് പൊക്കി കാണിച്ച് ആ ടൈമിൽ വേറെ ഒന്നുമില്ല. രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ അതിങ്ങ് താത്ത്. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന സാധനം ഏതാ? രാഹുലിനെ ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കാണിക്കുക, എത്ര താറടിക്കാവോ അത്രയും. ഇനി തെളിവുകൾ എല്ലാം പുള്ളിക്ക് അനുകൂലമാണെങ്കിൽ പോലും അതൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാതെ പുള്ളി എത്രത്തോളം താറടിക്കാം എന്ന് മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പുള്ളി പറയുന്നത്, തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അല്ലേലും അങ്ങനെ തന്നെയാണ് ഇവന്മാർ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമുക്കെതിരെ പറയാനല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ വരെ പറയുന്ന സ്വഭാവമുള്ളവന്മാരാണ് ഭരിക്കുന്നത്. ആരാന്ന് പറയണ്ടല്ലോ. എന്നോട് സംസാരിച്ചതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുമ്പ് രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണം. ഓഫീസിൽ വെച്ച് കണ്ടാൽ പോരാ, സ്വകാര്യത വേണം എന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLA ഫ്ലാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ലാറ്റിൽ അസൗകര്യം ആണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകാം എന്ന് അവർ പറഞ്ഞു. ഓക്കെ, ഇതിനൊക്കെ എന്ത് പറയണം എന്നറിയത്തില്ല. നിങ്ങൾ കേൾക്ക്. 2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. 2024 അതേ 3 മണിക്കൂർ 2025 ബലാത്സംഗം ചെയ്യപ്പെട്ട ആൾ ചോദിച്ചു മേടിക്കുന്നു. അത് പബ്ലിക് പ്ലേസ് എന്ന് വെച്ച് കാണാമെന്ന് പറയുമ്പോൾ അത് പോരാ. എനിക്ക് സ്വകാര്യത തന്നെ വേണം. ഒരു
അങ്ങനെയുള്ള കാര്യമാണ്. ഒരു 2-3 മണിക്കൂർ വേണം. അന്ന് 3 മണിക്കൂറായിരുന്നു, ഇപ്പോഴും എനിക്ക് 3 മണിക്കൂർ വേണം എന്ന് പറയുന്നത് അതിൻ്റെ ലോജിക്കൊക്കെ അതൊക്കെ എന്ത്. പുള്ളി അതിൻ്റെ കൂടെ തെളിവുകളും ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് നോക്കാം. പുള്ളി ചോദിച്ചാൽ എത്ര ഡേയ്ക്കുള്ളിലാണ് കാണേണ്ടത്. എപ്പോൾ ആണേലും കുഴപ്പമില്ല, ആൾക്ക് ഒട്ടും തിരക്കില്ല, പ്രോഗ്രാംസ് ഇല്ലാത്ത ഡേ, നൈറ്റ് ആണേലും ഓക്കെ. പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ് വേണം, സമാധാനമായിട്ട് സംസാരിക്കണം, സമാധാനം വേണം, അത്രേ ഉള്ളൂ. 2024 ഏപ്രിൽ 3 മണിക്കൂർ പീഡിപ്പിക്കപ്പെട്ട ആൾ 2025 നവംബറിൽ സമാധാനം കൊടുക്കണം 3 മണിക്കൂർ. ഓക്കെ നെക്സ്റ്റ് മന്ത് ആണേലും കുഴപ്പമില്ല, അതിനപ്പുറം പോകരുതെന്ന്. എനിക്ക് എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, സേഫ് പ്ലേസ് ആയാൽ മതി. പുള്ളിയായിട്ടുള്ള ഒറ്റയ്ക്കുള്ള സേഫ് പ്ലേസ്. കഴിഞ്ഞ വർഷം പീഡിപ്പിച്ച ആൾ. അതാരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങൾക്കറിയാവോ? ഓക്കെ, ഇത് പോസ്റ്റ് അയച്ചേക്കുന്നത്, ഈ മെസ്സേജ് അയച്ചേക്കുന്ന ഡേറ്റ് ഇതിൽ കാണാം, വാട്സാപ്പിലെയാണ്. 16 ഒക്ടോബർ 2025. അതിന് 18 ഒക്ടോബർ അയച്ചത് നമുക്ക് നോക്കാം. 18 ഒക്ടോബർ. ഓഫീസിൽ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളിയോട് പറഞ്ഞു ഓഫീസിലായിരിക്കും നല്ലത്. എത്ര ടൈമാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഓഫീസിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല, അവിടെ ആളൊക്കെ വരുന്നതല്ലേ, നമുക്ക് സ്വകാര്യത വേണ്ടേ, അപ്പം അതാണ് നല്ലത്. 3-4 അവർ മതി. അത്രയൊക്കെ വേണോ? ഇരിക്കട്ടെ, ഇന്ന് 3 മണിക്കൂർ എടുത്തല്ലേ, 2024 3 മണിക്കൂർ എടുത്തല്ലേ, ഈ വർഷം ഒരു അവരോട് വേണേൽ കൂടിയിരിക്കട്ടെ. വേറെ എവിടെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് പുള്ളി ചോദിച്ചാൽ പറഞ്ഞു. ഒന്നേൽ ഫ്ലാറ്റ്, അല്ലേൽ കാർ. ഡ്രൈവ് ചെയ്യണം. ഓഫീസ് ഈസ് ആക്സസിബിൾ ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ. പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ല ഓഫീസിൽ, പിന്നെ സ്റ്റാഫൊക്കെ ഉണ്ടാവും. അപ്പം 3 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ടൈം കൂടി പോയാലോ, സ്റ്റാഫൊക്കെ ഇല്ലേ. അപ്പം പുള്ളി തിരിച്ചു പറഞ്ഞു അത് പബ്ലിക് അല്ലേ, അവിടെ വേറെ ആര് വന്നു എന്ന് ആരും നോക്കുന്നില്ല, സത്യമാണ്. ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു പറഞ്ഞു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്, അവൻ എന്നെ ആക്കിയിട്ട് പോകും, അപ്പോൾ എന്നാ പ്രശ്നം? എടാ വേറെ ആരും കയറി വരില്ല, ഇൻട്രപ്റ്റ് ചെയ്യില്ല, സേഫ് ആണെന്ന്, പ്രൈവസി ഉണ്ട്. ഓക്കെ, അതെ 3 മണിക്കൂർ വേണം. വേറെ ആരും കയറി വന്ന് ഇൻട്രപ്റ്റ് ചെയ്താൽ അതിൻ്റെ ആ ഒരു ഫ്ലോ എങ്ങ് നഷ്ടപ്പെടത്തില്ലേ? ഫ്ലോയെ നഷ്ടപ്പെടത്തില്ലേ? അതെ, സംസാരത്തിൻ്റെ ഫ്ലോയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഡെയിലി കുറേ ആൾക്കാർ കയറി വരുന്ന സ്ഥലത്ത് എങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കും? അതെ, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുമ്പോൾ എങ്ങനെ ഇരുന്ന് സംസാരിക്കും? ഓക്കെ, ഒക്ടോബർ 22 അങ്ങനെ പുള്ളി മെസ്സേജ് ഇട്ടപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടാണ് പുള്ളി ഫുള്ള് ഷെയർ ചെയ്തേക്കുന്നത്. എനിക്കിതൊന്നും മനസ്സിലാവാത്തത് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ. ശബരിമല അയ്യപ്പൻ, ഓട്ടോക്കാരൻ ചേട്ടന്മാരും ഒക്കെ മറയ്ക്കാൻ വേണ്ടി ഇങ്ങനൊരു സാധനം. അതിന് മാധ്യമങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം സപ്പോർട്ട്, ഫണ്ടിങ്, ഭരിക്കുന്ന പാർട്ടിയുടെ. കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം, ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും, ഡെയിലി ചെയ്യും. ഓക്കെ, ബൈ.